നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ഉത്തരവ് ചോർന്നതായി ആരോപിച്ചുള്ള ഊമക്കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ. കത്തിലെ പരാമർശങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിന് കത്ത് കൈമാറി. ജഡ്ജി ഹണി എം വർഗീസ് സുഹൃത്തായ ഷേർലിയെക്കൊണ്ട് വിധി തയ്യാറാക്കുകയും ദിലീപിന്റെ സുഹൃത്തും കേസിലെ പ്രതിയുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചു എന്നുമാണ് ഊമക്കത്തിലുള്ളത്. മുസ്തഫ, വളരെ വിചിത്രമായ കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിധി നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നുള്ള ഊമക്കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. ഊമക്കത്തിലെ വിശദാംശങ്ങൾ പറയൂ ആദ്യം. ഇതിനകത്ത് 2-ാം തീയതി വെച്ചിട്ടുണ്ട്, കത്തിൽ ഡേറ്റ് വെച്ചിട്ടുണ്ട്. അവസാനം ഇന്ത്യൻ പൗരൻ, വിധേയപൂർവ്വം ഇന്ത്യൻ പൗരൻ എന്നാണ്. ഇത് ആരാണ് എഴുതിയത് സംബന്ധിച്ച് നമ്മൾക്ക് കത്ത് എഴുതുമ്പോൾ അതിന്റെ ഭാഗത്ത് എഴുതുമല്ലോ ആരാണ് ഇത് എഴുതുന്നത് എന്ന് സംബന്ധിച്ച്. അവിടെ വെറും ഇന്ത്യൻ പൗരൻ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഗുരുതരമായ ചില ആരോപണങ്ങൾ ഈ കത്തിനകത്തുണ്ട്. ഇത് ആര് എഴുതി, ഇതിന്റെ ആധികാരികത എന്താണെന്ന് ഈ നിമിഷവും നമുക്ക് വ്യക്തതയില്ല. പക്ഷെ അങ്ങനെ ഒരു കത്തുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അഭിഭാഷക അസോസിയേഷൻ അധ്യക്ഷൻ ഇത് ചീഫ് ജസ്റ്റിസിന് കൈമാറിയിരിക്കുന്നത്. നൗഫൽ സൂചിപ്പിച്ചതുപോലെ കത്തിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വന്തം അടുപ്പക്കാരിയായ ഷേർലിയെ കൊണ്ട് ജഡ്ജ്മെന്റ് തയ്യാറാക്കി ഹണി എം വർഗീസ് 8-ാം പ്രതിയുടെ സന്തത സഹചാരിയായ ഹോട്ടൽ ബിസിനസ്സുകാരനുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചാണ് ഈ ഉത്തരവ് 8-ാം തീയതി പറയാൻ പോകുന്നത്. അതായത് 2-ാം തീയതി എഴുതിയ കത്താണ് 8-ാം തീയതി വിധി പറയാൻ പോകുന്നത് ഇങ്ങനെ നേരത്തെ തന്നെ തയ്യാറാക്കി ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ കത്തിനകത്ത് ചില ഗുരുതര പരാമർശങ്ങൾ കൂടിയുണ്ട്. കേരള ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരായ ഏതാനും പേർക്ക് അവരുടെ എല്ലാ അനുഗ്രഹവും ഈ വിചാരണ കോടതിയുടെ ജഡ്ജിയായ ഹണി എം വർഗീസിനുണ്ട്. അതുകൊണ്ടാണ് നീതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾക്ക് ഈ ജഡ്ജിയെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ഈ കാര്യം സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ആണ് ഈ കത്ത് അയക്കുന്നത് എന്നാണ് ഈ ഊമക്കത്തിലുള്ള പരാമർശം. രണ്ടാമതൊരു കാര്യം, ഈ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ അതൊരു ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകത, രഹസ്യ സ്വഭാവം, അത് പ്രത്യേകിച്ച് ഒരു നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ കൂടി ബാധിക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ ഈ കത്തിനകത്ത് പറയുന്ന വിഷയങ്ങളും സമഗ്രമായി അന്വേഷിക്കണം എന്നാണ് ഈ കത്തിനകത്ത് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് അഭിഭാഷക അസോസിയേഷന്റെ, കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള യശ്വന്ത് ഷെണായി അയച്ചിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് ഈ കത്തിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. വിജിലൻസ് രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ഏജൻസികൾക്കോ ഈ കത്ത് അന്വേഷണത്തിന് വേണ്ടി കൈമാറണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇതിനകത്ത് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ കത്ത് ഇതിനകം തന്നെ നിയമവൃത്തങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. ഈ കത്തിന്റെ ആധികാരികത എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇങ്ങനെ ഒരു കത്തുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ് എന്നുകൂടി വിദഗ്ധർ പറയുന്നുണ്ട്. മുസ്തഫ, ഈ ഊമക്കത്തിൽ ജഡ്ജ്മെന്റിന്റെ എന്തൊക്കെ വിശദാംശങ്ങളാണുള്ളത്? അതായത് ഈ 6 പേർ കുറ്റക്കാരാണ്, ബാക്കി 3 പേരെ വെറുതെ വിടും, അല്ലെങ്കിൽ ബാക്കി 4 പേരെ വെറുതെ വിടും എന്ന് മാത്രമാണോ പറഞ്ഞിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ ഇതുവരെയും ജഡ്ജ്മെന്റിന്റെ കോപ്പി നമ്മുടെ കൈവശം കിട്ടിയിട്ടില്ല. ആ വരാനിരിക്കുന്ന ജഡ്ജ്മെന്റിന്റെ വിശദാംശങ്ങളൊക്കെ ഇതിലുണ്ടോ? അങ്ങനെയുണ്ട്. ഈ 8-ാം തീയതി പ്രൊനൗൺസ് ചെയ്ത ജഡ്ജ്മെന്റിന്റെ അതേ രൂപത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് 7-ാം പ്രതി ചാർലി തോമസ്, 8-ാം പ്രതി ഗോപാലകൃഷ്ണൻ, ദിലീപ് 9-ാം പ്രതി, 8-ാം പ്രതി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദിലീപ്, 9-ാം പ്രതി സനിൽകുമാർ എലിയാസ് മേസ്തിരി സനിൽ ഉൾപ്പെടെയുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് 6 പ്രതികൾക്കെതിരെയാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി ആദ്യം തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 12 പ്രതികളാണുള്ളത്. 10, 11, 12 പ്രതികളെയൊക്കെ ഡിസ്ചാർജ് ചെയ്തു. ഇത് സംബന്ധിച്ച് ബാക്കി വരുന്ന 6 പേർ, ആ 1-ാം പ്രതി ഇതിനകത്ത് പറയുന്ന ഒന്ന് പൾസർ സുനി, 2-ാമത് മാർട്ടിൻ ഉൾപ്പെടെയുള്ള ആളുകൾ, 6 പ്രദീപ്, അങ്ങനെയുള്ള 6 പ്രതികളെ മാത്രമാണ് ശിക്ഷിക്കുക. അങ്ങനെയാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത് എന്നാണ് 2-ാം തീയതിയിലെ കത്ത് പറയുന്നത്. അതേപോലെ തന്നെയാണ് 8-ാം തീയതിയിലെ ഉത്തരവും വന്നത്. അങ്ങനെയെങ്കിൽ ഇത് നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്ന കത്താണോ? അതല്ല, ഈ ചീഫ് ജസ്റ്റിസിന് അയച്ചിരിക്കുന്ന കത്ത് തീയതി വെച്ചിരിക്കുന്നത് 8-ാം തീയതി തന്നെയാണ്. ഈ ഉത്തരവ് വന്ന അന്ന് മുതലാണ്. അപ്പൊ സ്വാഭാവികമായും അതിന്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നിക്കണ്ട് എഴുതിയതുമാവാം. പക്ഷെ അപ്പോൾ പോലും നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, കത്തിന്റെ ആധികാരികത കൂടി, പ്രത്യേകിച്ച് ഇതിനകത്ത് പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങളോ ഇല്ല. തീയതി വെച്ചിരിക്കുന്നത് 2-ാം തീയതിയാണ്, 2/12/2025. എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ഹണി എം വർഗീസിന്റെ വിക്രിയകൾ എന്നുള്ള ഒരു ടൈറ്റിലുണ്ട്. അതിന് താഴെ ഇത്തരം വിശദാംശങ്ങൾ പറയുന്നുണ്ട്. ഈ കേസുമായി ഇതൊരു ഊമക്കത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ എന്തെങ്കിലും വകുപ്പ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടോ? ഇത് കത്ത് തനിക്ക് ലഭിച്ചോ അല്ലെങ്കിൽ അത് ഞാൻ കൈമാറുന്നു എന്ന് പറയുമ്പോൾ
നടപടികളിലേക്ക് പോകുമ്പോൾ, നിയമപരമായ നടപടികളിലേക്ക് പോകുമ്പോൾ അതിന്റെ ആധികാരികത സംബന്ധിച്ചായിരിക്കും പ്രാഥമിക അന്വേഷണം നടത്തുക. മാത്രമല്ല, ജഡ്ജിമാർക്കെതിരെ കൂടി, ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ, ജസ്റ്റിസുമാർക്കെതിരെ കൂടി 3 പ്രധാനപ്പെട്ട ജസ്റ്റിസുമാർ, 2 സീനിയർ ജസ്റ്റിസുമാരുണ്ട്. ഒപ്പം തന്നെ എറണാകുളം ജില്ലയുടെ ചുമതല വഹിക്കുന്ന ഒരു ജസ്റ്റിസിന്റെ പേര്, അങ്ങനെ 3 പേരുടെയും പേരുകൾ ഉൾപ്പെടെ ഈ കത്തിനകത്ത് പരാമർശിക്കുന്നുണ്ട്. കുറെ കൂടി ഗൗരവ സ്വഭാവത്തിൽ അതിനെ അഡ്രസ് ചെയ്യേണ്ടി വരുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ ഈ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റായിട്ടുള്ള യശ്വന്ത് ഷെണായി ഇത്തരം ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ചീഫ് ജസ്റ്റിസിന് മുമ്പും കത്തയച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കത്താണ്. സംഘടനയ്ക്ക് അത്തരം ഒരു അഭിപ്രായമില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷനിലെ അംഗങ്ങൾ തന്നെ ചീഫ് ജസ്റ്റിസിന് മറ്റൊരു കത്തും അയച്ച ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ തനിക്കൊരു ഊമക്കത്ത് ലഭിച്ചിരിക്കുന്നു. അതിൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ പേരും ഈ ഹണിയം വർഗീസ് എന്ന് പറയുന്ന ജില്ലാ ജഡ്ജിയുടെ പേരുമൊക്കെ ഉണ്ട്. മാത്രമല്ല, ഈ വിധി വരുന്നതിന് മുമ്പ് തന്നെ ഈ ഉത്തരവ് മറ്റൊരാളെ കൊണ്ട് തയ്യാറാക്കി അത് ശരത്തിനെ കാണിച്ച് ശരത്ത് വഴി ഓപ്പറേഷൻ നടത്തി, അത് ഇങ്ങനെ മതി, ഈ ജഡ്ജ്മെന്റ് ഇങ്ങനെ മതി എന്ന് വ്യക്തത വരുത്തി അതിനുശേഷം ഒരു പണം നൽകിക്കൊണ്ടുള്ള ഒരു ഡീൽ നടത്തിക്കൊണ്ടു കച്ചവടം ഉറപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കുറെ കൂടി ഗുരുതര സ്വഭാവമുള്ളതാണ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കേരള ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാരുടെ പേര് പറയുന്നു, ഒരു ജില്ലാ ജഡ്ജിയെ പറയുന്നു, ഈ കേസിനകത്ത് 10ാം പ്രതിയായിട്ടുള്ള ദിലീപിന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശരത്തിന്റെ പേര് പറയുന്നു. മാത്രമല്ല, ഇതിനകത്ത് വെറുതെ വിട്ട ആളുകളുടെ പേര് പറയുന്നു. അപ്പൊ അതിനകത്ത് കുറെ കൂടി ഗൗരവമുള്ള അഡ്രസ് ചെയ്യേണ്ട വിഷയമുണ്ട്. അപ്പോൾ ആദ്യമായി അന്വേഷണം വരികയാണെങ്കിൽ ആദ്യമായി അഡ്രസ് ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ കത്തിന്റെ ആധികാരികത തന്നെയാണ്. എവിടെ നിന്ന് ലഭിച്ചു, എങ്ങനെയാണ് കത്ത് ലഭിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിലാണ് മറ്റു തരത്തിലുള്ള ആ കത്ത് വ്യാജമല്ലെങ്കിലാണ് മറ്റു തരത്തിലുള്ള പ്രധാനപ്പെട്ട അന്വേഷണത്തിലേക്ക് പോവുക.